ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഇന്ന് ഞാൻ വീണ്ടും എൻ്റെ സ്വന്തം തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഹാപ്പി ബ്രൈഡാണുള്ളത്. ബ്രൈഡ് മാത്രമല്ല, ബ്രൈഡിൻ്റെ അമ്മയും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു ബ്രൈഡിൻ്റെ കൂടുതൽ വിശേഷത്തിലോട്ട് പോകാം. ഇന്നത്തെ എൻ്റെ ബ്രൈഡിൻ്റെ പേര് ഞാൻ ചിരിച്ചോണ്ടേ പറയാൻ പറ്റും, അത് വേറെ ഒന്നുമില്ല, പുഞ്ചിരിയാണ്. ഹായ് പുഞ്ചിരി. ഹായ് എവ്രി വൺ. ഈ ഒരു മൺസൂൺ സീസണിൽ എൻ്റെ ഫേവറേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും മൺസൂൺ സീസണിലെ ഫേവറേറ്റ് എന്താ? കട്ടൻ ചായയും പരിപ്പ് വടയും ഒക്കെ തന്നെയാണ്. അത് എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ നമ്മൾ സ്കിൻ കെയറിൽ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹീറോസ് ഉണ്ട്. എൻ്റെ ഈ മൺസൂൺ സീസണിലെ ഹീറോ വേറെ ആരുമല്ല, അത് ഡെർമാ വൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറും ന്യൂട്രി ഡെർമിൻ്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ വിറ്റാമിൻ ഇ. ഇവർ രണ്ടിനെയും കുറിച്ചിട്ട് നമുക്ക് പറയാം. സ്റ്റേജ്. നോർമലി മൺസൂൺ സീസൺ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പോർസും റാഷസും ഫംഗൽ ഇൻഫെക്ഷനും ആക്നിയും ഒക്കെ വരാറുണ്ട്, നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ വ്യത്യാസം കൊണ്ട്. ഡെർമാ വൈവിന്റെ ഹൈഡ്രാ ക്ലെൻസർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. സോപ്പ് ഫ്രീ ആണ്, pH ബാലൻസ്ഡ് ക്ലെൻസറും ആണ്. ഇതെന്റെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷനും അതുകൊണ്ട് തന്നെ സോഫ്റ്റും സ്മൂത്തും ആകാൻ സഹായിക്കും. ഇത് നമ്മുടെ സ്കിന്നിൽ വളരെ ജെന്റിലായിട്ടാണ് വർക്ക്ഔട്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഹാർഷ്നെസ്സും ഹാർംനെസ്സും നമ്മുടെ സ്കിന്നിൽ വരുന്നതുമില്ല. നമ്മുടെ പോർസ് എല്ലാം വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടും വരുന്നതാണ്. അടുത്തതും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്, ന്യൂട്രിഡം മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഇതിന്റെ വൈറ്റമിൻ ഇ കണ്ടന്റ് വളരെ സ്പെഷ്യലാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ വൈറ്റമിൻ ഇ കണ്ടന്റ് നമ്മുടെ സ്കിന്നിനെ ഡീഹൈഡ്രേഷൻ നന്നായിട്ട് പ്രിവെന്റ് ചെയ്ത് ഈ ഒരു മഴക്കാലത്തിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ തരാനും ഇത് സഹായിക്കുന്നു. ഇതിപ്പോൾ ഈ ഒരു മൺസൂൺ സീസണിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ് ഇവർ രണ്ടും. അതുകൊണ്ട് തന്നെ ഇതിപ്പം വെബ്സൈറ്റ്സിലെല്ലാം അവൈലബിൾ ആണ്. ഐബീരിയ സ്കിൻ ബ്രാൻഡ് വെബ്സൈറ്റ്സിലും ആമസോണിലും നൈക്കയിലും ന്യൂട്രിഡ്രംസ് വെബ്സൈറ്റ്സിലും ഇന്നിത് അവൈലബിൾ ആണ്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ ഒരു കോംബോ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ പോലും സ്കിൻ പ്രിപ്പറേഷൻസിൻ്റെ സ്റ്റെപ്പ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു മൺസൂൺ സീസണിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കോംബോ പ്രോഡക്റ്റ് ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടും. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചോണ്ട് പറയുന്നത്. ഫുൾ ടൈം പുഞ്ചിരി പുഞ്ചിരി തന്നെയാണ്. എന്താ മോളുടെ പേര് പുഞ്ചിരി എന്ന് തന്നെയാണ് അല്ലേ? അടിപൊളി. ഈ പുഞ്ചിരിയുടെ കൂടുതൽ വിശേഷം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ഇന്ന് കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഒരു നല്ല രസത്തിനാണ് ഇന്ന് പുഞ്ചിരിനെ തന്നെ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. അതിന് പിന്നിലുള്ള കൈകൾ ആരുടേതാണ്? പേരൻസ്. ഗുഡ്. അപ്പം മോള് ഓൾറെഡി ഭയങ്കര നല്ല കുട്ടിയാണെന്ന് ഇപ്പൊ ഒരുപാട് പേര് പറയും. കാര്യം അമ്മേനെയും അച്ഛനെയും തന്നെ എടുത്ത് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി കേട്ടോണ്ടിരിക്കുന്ന കുറെ അമ്മമാർക്ക് അത് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അപ്പൊ നമുക്കിനി ഇപ്പൊ ഈ പറഞ്ഞ മെയിൻ കഥാപാത്രത്തെ കൊണ്ട് പരിചയപ്പെടാം. പുള്ളിക്കാരി ഒന്നും ചെയ്യത്തില്ല, മേക്കപ്പ് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ ഞാനാണ് പിടിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പുഞ്ചിരിയുടെ ക്രിയേറ്റർ എന്താണ് അമ്മയുടെ പേര്? സ്മിത. അപ്പൊ സ്മിത എന്നെ നമുക്ക് കണ്ടായിരുന്നു. ഹായ് ചേച്ചി. ഞാൻ പറയല്ലോ, ചേച്ചി ചെയ്യത്തില്ല എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു സ്വന്തമായിട്ട് ഇരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഒന്ന് പിടിച്ചങ്ങനെ ഇരുത്തിയതാണ്. ചേച്ചി, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? ചേച്ചിയുടെ ഏറ്റവും ആഗ്രഹമുള്ളൊരു ദിവസമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ചേച്ചി ഫുൾ ടൈം ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയാണ്. ഇന്നത്തെ പുഞ്ചിരിനെ വലിയൊരു മിററിന്റെ മുന്നിലാണ് ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ പുഞ്ചിരിയുടെ മിറർ ഇവിടെയാണ്. ഇപ്പൊ നിന്നെ കണ്ടിട്ട് ഇങ്ങനെ ഹെയർ ഇട്ട് കണ്ട പൊന്നിയിൻ സെൽവനിലെ ഐശ്വര്യ റോയിനെ പോലെ ഉണ്ട്. അപ്പൊ പിന്നെ ബ്ലൂ ഐസ് ഒക്കെ അച്ഛനും അതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ഒക്കെയാണ്. പക്ഷെ നമുക്കൊന്നും അത് കിട്ടിയില്ല. ഇന്ന് കിട്ടി. മോള് എന്ത് ചെയ്യുന്ന? ഇന്റർനാഷണൽ ബിസിനസ് കോഴ്സ് കഴിഞ്ഞു. ഇന്ത്യയിലായിരുന്നു അത് പഠിച്ചത്? ആക്ച്വലി ഒരു ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ ഫ്രാൻസിലാണ്. തിരുവനന്തപുരത്ത് എന്താ അച്ഛനൊക്കെ ബിസിനസ് ആണ്? അച്ഛൻ കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ആണ്, ശ്രീ അക്ഷയ് ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അമ്മയോ? അമ്മയ്ക്ക് ഒരു സലോൺ ഒക്കെ ഉണ്ട്. എവിടെയാണ്? കുറവങ്കോണം തന്നെ. അമ്മയ്ക്ക് സ്വന്തമായിട്ട് സലൂൺ ഉള്ള ഒരാളാണ്. അതാണ് മോൾ ഇത്ര സുന്ദരിയായി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സലൂൺ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഉപയോഗങ്ങളുണ്ട്. ജനിച്ചവരെ സുന്ദരിയാണ്. ചേച്ചിക്ക് പ്രമോഷനൊക്കെ തേങ്ങട്ടെ. എനിക്ക് വന്ന് ചേച്ചീനെ കുറെ പേർക്ക് അറിയാം. ഇപ്പൊ ചേച്ചിയെ കാണുമ്പോൾ തന്നെ പുഞ്ചിരി എന്നുള്ള പേര് തിരുവനന്തപുരത്ത് ഭയങ്കര നോൺ പേര് തന്നെയാണ്. കുറവങ്കോണത്ത് എസ്പെഷ്യലി അല്ലേ? നമ്മുടെ സ്റ്റേജ് ഡെക്കോർ മാരിറ്റസ് ആണ് അല്ലേ? ഓക്കെ, അടിപൊളിയായിരുന്നു. ഡിഫറെന്റ് പല പല ഷെയ്ഡ്സിലും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടമായി. പിന്നെ എന്താ തീമൊക്കെ ഉണ്ടല്ലോ? നമ്മുടെ കാർഡും നമ്മുടെ ഇൻവിറ്റേഷൻ കാർഡ് എല്ലാം ഈ ഒരു കളറിൽ തന്നെയാണ്. അപ്പം ആ തീമിൽ തന്നെയാണ് വെഡിങ് പോയെ.
പിന്നെ ഇത് ഫിക്സ് ആയ സമയം തൊട്ടേ എൻ്റെ സ്ഥലത്തിൻ്റെ ഫേമസ് ടെമ്പിളാണ് പത്മനാഭസ്വാമി ടെമ്പിൾ. എൻ്റെ ഫിയോൺസയുടെ സ്ഥലത്തിൻ്റെ അവരെ ബേസ്ഡ് മധുരയാണ്. അപ്പോൾ അവിടെ ശ്രീവല്ലിപുത്തൂർ എന്ന് പറഞ്ഞൊരു ഫേമസ് ടെമ്പിൾ ഉണ്ട്. അപ്പം അത് രണ്ടും മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം ഒരു സൈഡിലെയും ശ്രീവല്ലിപുത്തൂരിൻ്റെ ടെമ്പിളിൻ്റെ ഒരു മോഡൽ പോലെ ഉണ്ട്, മറ്റു സൈഡിൽ പത്മനാഭസ്വാമി ടെമ്പിൾ. അങ്ങനെയൊക്കെ അത് ഈ രണ്ട് നാട്ടിലുള്ളവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു ഇന്റർ സ്റ്റേറ്റ് ലുക്കിലാണ് ഈ ഒരു വെഡിങ് പോകുന്നത്. കേരളം തന്നെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഈ ഒരു ശാരീരിക സമയത്തിന് പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം എറണാകുളം ഭീമയാണ് ഗോൾഡ് എടുത്തിരിക്കുന്നത്. ഭീമ എന്റെ ഏറ്റവും ഫേവറേറ്റ് ജ്വല്ലറിയിൽ ഒന്നാണ്. നല്ല കളക്ഷൻസ് ആണ്. നമുക്ക് രണ്ട് ജ്വല്ലറി സെറ്റ് ഉണ്ട്. ഹൈദരാബാദ് കളക്ഷൻ ആണ് കുറച്ച് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തെടുത്തത്. കസ്റ്റമൈസും കൂടെ ഉണ്ടല്ലേ? അതാണ് എല്ലാം ഡയമണ്ട്സിനൊക്കെ ആയിരുന്നു ഡിഫറെന്റ് കസ്റ്റമൈസ് വന്നിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനെ തന്നെ കസ്റ്റമൈസ്. ഇതിന്റെ നമ്മുടെ ഷോപ്പ് ബ്യൂട്ടിഫുൾ പീസ്. നിലേഷ് പോത്തി. ഓക്കെ, അപ്പൊ ഈ പോത്തി എന്ന് പറയുന്ന അവരുടെ ഫാമിലി നെയിമാണ് അല്ലേ? ശരി. അപ്പൊ പോത്തീസിന്റെ ഓണറിന്റെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണാണിത്. അപ്പം ഈ ഒരു സാരി അപ്പൊ എങ്ങനെ ഇരിക്കും കൂടെ കാണാം. സുരേഷ് അങ്കിളിന്റെ ടീമാണ് എന്റെ അച്ഛന്റെ അമ്മയുടെയും കല്യാണം കൂടെ ഷൂട്ട് ചെയ്തത്. അതേ ടീമാണ് എന്റെ ഏത് ഫംഗ്ഷനും ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കല്യാണം സുരേഷ് അങ്കിൾ. ഈ പോക്കേണ്ട നിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഇന്നിപ്പോ നമ്മുടെ അച്ഛൻ തന്നെ മോൾക്ക് വായി കുറിച്ച് എങ്ങനെയുണ്ട് ഇത്ര സന്തോഷം എനിക്കൊന്നും കേട്ടോ. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് മോള്? ഒന്നും പറയാനില്ല. അങ്ങനെ ഇന്ന് എനിക്ക് പുഞ്ചിരീനെ പുഞ്ചിരിച്ചുകൊണ്ട് മേക്കപ്പ് തീർക്കാൻ പറ്റി. പുഞ്ചിരിയുടെ ഉത്തരം എന്താണ്? പുഞ്ചിരി ചില പറയാറുണ്ട് ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈക്ക് എനിക്ക് കോൺഫിഡൻസ് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും കൂടെ പറയുമ്പോഴാണ്. അതുവരെ എനിക്ക് എത്ര ഇതായിരുന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ കാണും. പക്ഷെ അവരുടെ റിയാക്ഷൻ കണ്ടപ്പോഴുണ്ട് അവരും ഇങ്ങനെ സ്പീച്ച്ലെസ് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും പറഞ്ഞായിരുന്നു ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇനി പുഞ്ചിരീനെ എടുത്ത് ഇത് നമുക്ക് ഒരുപാട് പേർക്ക് ഇനിയും പുഞ്ചിരീനെ കാണാൻ പറ്റും. പോത്തീസിന്റെ ഫ്യൂച്ചർ ഗ്രോത്തിലൊക്കെ പുഞ്ചിരിയുടെ ഈ ഒരു പുഞ്ചിരി തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. താങ്ക് യു മോളെ. താങ്ക് യു.
ക്യാമറ ബനാറസ് ആണ്. ഇല്ല ഇവരൊക്കെ ക്യാമറ വയലന്റ് ആണ്